അലക്സ് സാർ എന്തായി? സാർ അവിടെയുള്ള ഹോട്ടലിൽ CCTV ഇല്ല സാർ. അവിടുന്ന് കുറച്ച് മാറി ഒരു ATM കൗണ്ടറിൽ CCTV ഉണ്ട്. അവിടുന്ന് രാത്രി 7 മുതൽ 10 മണി വരെയുള്ള ഫുട്ടേജ് കളക്ട് ചെയ്യുന്നത്. അതിൽ 8 മണിക്ക് ഈ ബൈക്ക് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് സാർ. അതിൽ റെജിയുടെ കൂടെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആക്സിഡന്റിന് ശേഷം പ്രകാശ് മിസ്സിംഗ് ആണ് സാർ. ഈ പ്രകാശ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ള ആരാ? പ്രകാശിന്റെ ഭാര്യയാണ് സാർ. ഓ, അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അന്വേഷിച്ചു, പക്ഷേ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഈ പ്രകാശിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പ്രകാശൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. കൂടാതെ ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടിയുണ്ട്. ഈ റെജിയും പ്രകാശനും പാർട്ട്നേഴ്സാണ്. മൂന്നാറിലെന്തോ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വന്നു എന്നുള്ളതാണ് ഭാര്യ പാലാരോട്ടെ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അയാളുടെ വണ്ടി എവിടെയല്ലേ? ഉണ്ട് സാർ. നമുക്ക് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഹെഡ്ലൈറ്റിനെ പൊട്ടി പീസസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ബൈക്കിനിടിച്ച് നിർത്താതെ പോയ വണ്ടിയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു ഒറ്റക്കെണ്ണം വണ്ടിയായിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോഴൊരു പ്രശ്നമുണ്ട് സാർ. ഈ പ്രകാശിനെ അവസാനം വിളിച്ച പ്രകാശിൻ്റെ ഭാര്യയാണ്. ഏകദേശം 7:30 കഴിയുമ്പോൾ അവരോടൊന്ന് പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അത് പ്രകാശിൻ്റെ ഭാര്യ കൊടുത്ത പരാതിയിലും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് CCTV വിഷ്വൽസിൽ ഇവർ മൂന്നാറിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരിടിച്ച വണ്ടി എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വരുന്നൊരു വണ്ടിയായിരിക്കണം. അതായത് ചുരം കയറി വരുന്നൊരു വണ്ടി. പക്ഷേ 8 മണി മുതൽ 10 മണി വരെയുള്ള CCTV വിഷ്വൽസിൽ അങ്ങനെ ഒരു ഒറ്റക്കണ്ണം വണ്ടി ചുരം കയറി വന്നിട്ടില്ല. ഈ പ്രകാശിൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു. ലാസ്റ്റ് ഇൻകമിംഗ് കോൾ വൈഫിൻ്റെയാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഇടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി ചുരം കയറി വരണ്ടല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ആ ഒറ്റക്കണ്ണം വണ്ടി CCTV പെടണ്ടല്ലേ? അതെ സാർ. ഇതാകെ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ സാർ. ഈ ആക്സിഡന്റിന് ശേഷം പ്രകാശിന്റെ വൈഫിന് എന്തെങ്കിലും അനോണിമസ് കോൾ വന്നിരുന്നോ? ഇല്ല സാർ. പ്രകാശിന്റെ ബാക്കിയുള്ള കോൾ ലിസ്റ്റ് എടുത്തിരുന്നോ? യെസ് സാർ. ആകെ മൊത്തം 18 കോളുകളാണ്. അതിൽ മിക്കതും ഫ്രണ്ട്സിൻ്റെയും പിന്നെ വീട്ടിൽ നിന്നുള്ളതാണ്. ഈ ആക്സിഡന്റിന് ശേഷം, അതായത് 8:45 കഴിഞ്ഞ് പ്രകാശിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതൊരു പ്ലാൻഡ് കിഡ്നാപ്പിംഗ് ആയിരിക്കും സാർ? അതിനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. ഇവരെന്തിന് മൂന്നാറിൽ വന്നു? ഇവരെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി ആരുടേതാണ്? ഇതൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ മരിച്ച റെജിയുടെ കോൾ ലിസ്റ്റ് എടുത്തിരുന്നോ? ഇല്ല സാർ. അതൊന്നും വേണ്ടിയിട്ട് എനിക്ക് വേണം. ഓക്കെ സാർ. മോർണിംഗ് സാർ. ഹലോ ജോൺ. ആകെ തലവേദനയാലോടൂ. ആ മോഹൻ കേസ് പാർട്ടിക്കാർ സ്വൈര്യം തരുന്നില്ല. ആ രണ്ടുപേരുടെ കാര്യം എന്തായി? അവരെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിൽ ലിജോ എന്ന് പറയുന്നവൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അവരിവിടെയാണ് ഇടയ്ക്ക് തമ്പടിക്കാറുള്ളത്. ഞാനൊരാളെ അവിടെ മഫ്റ്റിയിൽ ഇട്ടിട്ടുണ്ട്. അത് അവന്മാരവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോകും സാർ. എനിക്കും മേളിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടതാ. അറിയാം സാർ. ഓക്കെ എന്നാ. താങ്ക് യു. ആ സാർ. എന്തായാലും കാര്യങ്ങൾ? സാറേ, ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിലേ ഉള്ളത്. ഇവിടെ എന്നാൽ ആ വീട്ടിൽ വരുന്നേയും പോകുന്ന ആളെ ശരിക്കും കാണാൻ പറ്റും. ഇന്നാരെങ്കിലും വന്നോ? ഇല്ല സാർ, ഇന്നാ രാവിലത്തെ പത്രക്കാരൻ മാത്രമേ വന്നിട്ടില്ല, വേറെ ആരും വന്നിട്ടില്ല. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. വൈകുന്നേരം ആകുമ്പോൾ മനോജ് വരും. അതുവരെ അവിടെ തന്നെ ഉണ്ടാവണം. ആ സാർ. ഓക്കെ സാർ. സാർ, റെജിയുടെ കോൾ ലിസ്റ്റ് ലാസ്റ്റ് ഇൻകമിംഗ് കോൾ 8:30 വന്നിട്ടുള്ളത്. 32 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. 32 സെക്കൻഡ് അല്ലേ? അതായത് ആക്സിഡൻറ്റ് നടക്കുന്നതിന് കുറച്ച് മുമ്പ്. എന്നിട്ട് ഈ ഇൻകമിംഗ് കോളിൻ്റെ ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സാർ. എന്താ സാറേ? അനിൽ മാധവൻ്റെ വീടല്ലേ? അതെ, ഞാനാണ് അനിൽ. ഈ എറണാകുളത്തുള്ള റെജീനെ അറിയോ? അറിയാലോ. എങ്ങനെ അറിയാം? എൻ്റെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഞാൻ ഈ റെജിയെ ഏൽപ്പിച്ചിരുന്നത്. അയാൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. റെജി മാത്രമായിരുന്നോ അതോ? അല്ല, അയാളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. എന്താ പേര്? ഫ്രണ്ടിൻ്റെ പേര് പ്രകാശൻ. പ്രകാശൻ എത്ര വർഷമായിട്ട് അറിയാം? പ്രകാശനെ എനിക്ക് പരിചയമില്ല സാർ. മിനിഞ്ഞാന്ന് എത്ര മണിക്ക് അവർ ഇവിടുന്ന് പോയത്? അവർ ഏകദേശം ഒരു 8 മണിയായപ്പോൾ പോയി. അവർ പോയതിനു ശേഷം പിന്നെ എല്ലാവരും വിളിച്ചിരുന്നു? ഞാൻ റെജിയെ വിളിച്ചിരുന്നു. എന്തിന്? റെജിയുടെ ഒരു റീഡിംഗ് സ്പെക്സ് ഇവിടെ വെച്ച് മറന്നുപോയി. ഞാൻ അവർ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചത്. അതൊന്ന് വിളിച്ച് പറഞ്ഞതാ. വിളിച്ചപ്പോൾ റെജി എന്താ പറഞ്ഞു? അവരുടനെ വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വന്നില്ല. പിന്നീട് വിളിച്ച് നോക്കിയില്ലേ? പിന്നെ ഞാൻ കുറച്ച് തിരക്കായി പോയി സാർ. എന്താ സാർ പ്രശ്നം? ഒന്നുമില്ല, ഒരു എൻക്വയറിയുടെ ആവശ്യമായിട്ട് വന്നു. ഓ, താങ്ക് യു. ഓക്കെ. കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞല്ലോ ഫെലിക്സ്. സാർ, അതായത് റെജി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനിലിൻ്റെ കോള് വന്നിട്ടുണ്ടാവുക. അപ്പോൾ സ്പെക്സ് എടുക്കാൻ വേണ്ടി അവർ തിരിച്ച് കയറുന്നു. അതായത് ചുരം കയറി വരുന്നു. അപ്പോൾ ചുരം ഇറങ്ങിപ്പോകുന്ന ഏതോ ഒരു വണ്ടിയാണ് ഇവരടിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ചുരത്തിന് താഴെയുള്ള ഏതെങ്കിലും CCTVയിൽ അങ്ങനെ ഒരു ഒറ്റക്കെണ്ണം വണ്ടി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ സാർ?
അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ചുരം ഇറങ്ങുമ്പോൾ ആകെയുള്ളൊരു പെട്രോൾ ബങ്കാണ്. അവിടെ CCTV ഇല്ല. പിന്നെ ടൗൺ എന്ന് പറയുന്നത് 11 കിലോമീറ്റർ ദൂരെ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ 3 ഡീവിയേഷൻ റോഡുകളുണ്ട്, പിന്നെ 10-12 പോക്കറ്റ് റോഡുകൾ. അപ്പോൾ അങ്ങനെ ഒരു CCTV ഫുട്ടേജ് ഇമ്പോസിബിളാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും സർ? ഈ ബൈക്കിനടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി താഴെയുള്ള ബസ്സിനെ പാസ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ? അതെ സർ. എന്തായാലും ഫെലിക്സ് കണ്ടക്ടർ ഒന്ന് വിളിക്കും, എന്നിട്ട് പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഒന്ന് കളക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ട് പാസഞ്ചേഴ്സ് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് എടുത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒന്ന് അയച്ചു തരാൻ പറയും. ഓക്കെ സർ. സാർ ഇതിലൊന്നും ക്ലിയർ അല്ലല്ലോ. ATMൻ്റെ CCTV ഫുട്ടേജ് ഏത് ഫോൾഡറിലാണ്? സെയിം ഫോൾഡറാണ് സർ. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ വണ്ടിയുടെ RC ഡീറ്റെയിൽസ് നടക്കാം. ഓക്കെ സർ.